അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഇന്നിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് അള്ളാഹുവിന് സുജൂദ് ചെയ്യുവാൻ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി പടുത്തുയർത്താൻ പോകുന്ന ഒരു മസ്ജിദ്, അത് തകർത്ത് തരിപ്പണമാക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു ആളുടെ കഥയാണ്. മിനിഞ്ഞാന്ന് മഗ്‌രിബ് നമസ്കാര ശേഷം ഒരു മസ്ജിദ് തകർക്കാൻ ശ്രമിച്ചത് പാലക്കാട് കുറ്റിപ്പള്ളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സംഭവം അരങ്ങേറിയത്. അത് മിനിഞ്ഞാന്ന് രാത്രിയാണ്. ഞായറാഴ്ച മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷമാണ് ഒരു അക്രമി മദ്യപിച്ച് ലക്ക് കെട്ടുകൊണ്ട് ഒരു മസ്ജിദ് താൽക്കാലികമായി ഉണ്ടാക്കിയ, മസ്ജിദിൻ്റെ പണി തുടങ്ങാനിരിക്കുന്നുള്ളൂ, ആ നാട്ടുകാർ നിസ്കരിച്ചു പോരുന്ന ഒരു മസ്ജിദ് അത് തകർത്ത് തരിപ്പണമാക്കുവാനും അതിനകത്ത് നിസ്കരിച്ചു കൊണ്ടിരുന്ന ആളുകളെ ജീവൻ അപകടപ്പെടുത്തുവാനും ശ്രമിച്ചത്. അയാളുടെ ഒരു വാഹനം അത് റിവേഴ്സ് വന്ന് അതിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് മസ്ജിദ് ഇടിച്ചു തെറിപ്പിച്ചു എന്നുള്ളതാണ് ഇന്നലെ അറിയാൻ കഴിഞ്ഞത്. ഇന്നലെ അസർ നമസ്കാര ശേഷം ഇവിടെ നിന്ന് 75ഓളം കിലോമീറ്റർ അപ്പുറത്താണ് ഈ മസ്ജിദ് ഉള്ളത്. മണ്ണാർക്കാട് മണലടി സലഫി മസ്ജിദിലെ ഖത്തീബ് യൂസുഫ് സലഫിയും അതുപോലെ മറ്റു രണ്ടു സഹോദരങ്ങളും ചേർന്ന് അങ്ങോട്ട് പോകുന്നുണ്ടെന്നറിഞ്ഞ് ഞാനും പോയിരുന്നു. പോയി ഈ മസ്ജിദ് കണ്ടപ്പോൾ വളരെ ശോചനീയമായിരുന്നു ആ മസ്ജിദിൻ്റെ അവസ്ഥ എന്നുള്ളതാണ്. നമുക്ക് ആദ്യം ആ മസ്ജിദ് ഒന്ന് കാണാം. ഇത് മസ്ജിദിനകത്തുള്ള ഭാഗമാണ്, മിംബറൊക്കെ കാണാം. ഈ കോർണർ ഭാഗത്താണ് അക്രമി വന്നുകൊണ്ട് മസ്ജിദ് ഇടിച്ച് നിരത്താൻ ശ്രമിച്ചത്. ഇത് മസ്ജിദിൻ്റെ ഉൾഭാഗമാണ്. ഇതാ ഈ വഴിയിൽ നിന്ന്, ഇവിടെ ഇത് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ്. ആ കോർണർ ഭാഗത്ത് ഇത് ചെറിയൊരു മസ്ജിദാണ്. നിങ്ങൾക്കിതാ കാണാൻ കഴിയും. ഇതിൻ്റെ മുകൾ ഭാഗം തടുക്കുകൊണ്ട് ഓലമേഞ്ഞ ഒരു മസ്ജിദാണ്. അതിൻ്റെ സൈഡിൽ ചെറിയ ബ്രിക്സുകൾ വെച്ചുകൊണ്ടാണ് അവരിപ്പോൾ അവിടെ നിസ്കാരം നിർവഹിക്കുന്നതും അതുപോലെ അതിൻ്റെ ബാക്ക് സൈഡിൽ മദ്രസ ഉള്ളതും ഒക്കെ. ഇത് ഒരു കോർണറിലാണ് ആ വാഹനം കൊടുന്ന് കരുതി കൂട്ടി ഇടിച്ച് അപകടമുണ്ടാക്കാൻ ശ്രമിച്ചത്. നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ബ്രിക്സുകൾ കിടക്കുന്നത് പായയിലാണ്. ആ പായയിലാണ് നമസ്കാരം നടന്നുകൊണ്ടിരുന്നത്. ആളുകൾ കുറവായത് കാരണം ആ ഭാഗത്തേക്ക് ആളുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അപകടം ഉണ്ടാവാതിരുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയും മുൻഭാഗത്ത് ചെറിയ ഒരു മിമ്പറൊക്കെ ഉണ്ട്. അവിടെ ഖുതുബയൊക്കെ നടക്കുന്ന മസ്ജിദാണ്. ഇതിൻ്റെ മുൻഭാഗത്ത് നിന്നുള്ളതാണ്. കുറേ ബ്രിക്സുകൾ അകത്തേക്കും കുറേ ബ്രിക്സ് പുറത്തേക്കും വീണ് കിടക്കുന്നുണ്ട്. ഈ മസ്ജിദിന് വേണ്ടിയിട്ട് ഇവർ കുറച്ച് മുൻപ് സ്ഥലം വാങ്ങിയിരുന്നു. എന്നാൽ അവിടെ ഒരു ഷെഡ് വെച്ചുകൊണ്ട് നിസ്കാരം തുടങ്ങിയത് ഈ അടുത്താണ്. ഈ സലഫി മസ്ജിദിനോട് ചേർന്ന് നൂറുൽ അഫ്വൽ മദ്രസ എന്ന ഒരു മദ്രസയും അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഡോക്ടർ സക്കരിയ സ്വലാഹി നഗർ എന്നാണ് അവർ അതിന് നാമം നൽകിയിട്ടുള്ളത്. ഡോക്ടർ സക്കരിയ സ്വലാഹി റഹിമഹുല്ലയുടെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ്, കുറ്റിപ്പള്ളം എന്ന ഒരു പ്രദേശത്താണ് ഈ ഒരു മസ്ജിദ് ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. ഈ മസ്ജിദ് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് റൺ ബൈ മർക്കസ് അഹ്ലു സുന്ന എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിലാണ്. ഇതിൻ്റെ സൈഡിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കുവാനുള്ള ഒരു സ്ഥലവും അതുപോലെ തന്നെ അവിടെ മദ്രസയ്ക്കുള്ള സൗകര്യവും ഒക്കെ ഉണ്ട്. അവർക്ക് അധികം താമസിയാതെ തന്നെ അവിടെ ഒരു മസ്ജിദ് പണിയണമെന്നാണ് ആഗ്രഹം, അവരുടെ സ്വപ്നവും. ഇന്നലെ മഗ്‌രിബ് നമസ്കാരാനന്തരമാണ് ഞങ്ങളവിടെ എത്തിയത്. അവിടെ ജലീൽ സാഹിബ് അതുപോലെ തന്നെ സലീം സാഹിബ്, കുറേ ആളുകൾ അവിടെയുള്ള ആ മസ്ജിദുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ അവിടെ എത്തിയിരുന്നു. അവരോടൊക്കെ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്നത് അവിടെയുള്ളൊരു പ്രാദേശിക രാഷ്ട്രീയ നേതാവ് അബു എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ ആ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ആ പൊളിഞ്ഞു പോയ ഭാഗം അവർ നേരാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. പോലീസ് കേസോ അല്ലെങ്കിൽ മറ്റുള്ള പ്രതിരോധ നടപടികളൊന്നും അവിടെ അവർ എടുത്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ തന്നെയാണ് അവരവിടെ ഒരു മസ്ജിദ് തകർക്കാൻ ശ്രമിച്ചിട്ടും തിരിച്ചൊന്നും പ്രതികരിക്കാതെ നല്ല രീതിയിലാണ് അവിടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പറയുവാനുള്ളത്, ഈ മസ്ജിദ് തകർക്കാൻ പോയത് ഒരു മദ്യപാനിയാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആള് ഒരു മുസ്ലിം നാമധാരി കൂടിയാണ്. അയാളുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ കയ്യിൽ കിടപ്പുണ്ട്. അള്ളാഹു മനസ്സ് മാറ്റി കൊടുക്കട്ടെ, ഹിദായത്ത് നൽകട്ടെ എന്നാണ് പറയാനുള്ളത്. അദ്ദേഹത്തെ മോശമാക്കി ചിത്രീകരിക്കുക എന്ന ഉദ്ദേശമൊന്നുമില്ല. എന്നാൽ അള്ളാഹുവിന് മാത്രം സുജൂദ് ചെയ്യുവാൻ, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി പടുത്തുയർത്താൻ
ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന തുടക്കമിട്ട അള്ളാഹുവിൻ്റെ ഒരു ഭവനം ഇത് തകർക്കാൻ ശ്രമിച്ചത് എന്തിൻ്റെ പേരിലാണ് എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. സമസ്ത വിഭാഗത്തിൽപ്പെട്ട ഒരാൾ അവരുടെ കുതന്ത്രങ്ങളുടെയും കുൽസിത ശ്രമങ്ങളുടെയും ഭാഗമായിട്ടാണ് ഈ മനുഷ്യൻ മദ്യപിച്ച് ലക്ക് കെട്ടുകൊണ്ട് മസ്ജിദ് തകർക്കാൻ വന്നത്. അവൻ്റെ ഈമാൻ എന്താണ്? ഇതാണോ സഹോദരന്മാരെ ഈമാൻ എന്ന് പറയുന്നത്? ഇതാണോ സമസ്തക്കാരുടെ ഈമാന്? മനസ്സിലാക്കേണ്ടതുണ്ട്. താൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന തൻ്റെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗൂഡ്സ് വാഹനം അത് റിവേഴ്സിൽ വന്നുകൊണ്ട് മീറ്ററുകൾ മാറി സ്ഥാപിച്ച, റോഡിൽ നിന്ന് മീറ്ററുകൾ അറിയാതെ സംഭവിച്ചതല്ല, ഫ്രണ്ട് കൊണ്ട് ഇടിച്ചതല്ല, മീറ്ററുകൾ റിവേഴ്സ് വന്നുകൊണ്ട് ആ ഭാഗം ഇടിച്ചു തകർക്കുകയും അതിനകത്ത് നിസ്കരിച്ചു കൊണ്ടിരുന്ന ആളുകളെ ക്രൂരമായി കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത ഒരവസ്ഥയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള ധീരന്മാര് അവർ ഇസ്ലാമിലേക്ക് കയറി വരുന്നതിന് മുൻപ് ഇസ്ലാമിനെ എത്ര കണ്ട് ഉപരോധിക്കാൻ കഴിയുമോ അവർ ഉപരോധത്തിൻ്റെ മാർഗത്തിലുണ്ടായിരുന്നു, ആക്രമിക്കാൻ കഴിയുമോ അവർ അക്രമത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. എന്നാൽ ഇസ്ലാം ആശ്ലേഷിച്ചതിന് ശേഷം അവരായിരുന്നു ഇസ്ലാമിൻ്റെ കർമ്മധീര ഭടന്മാർ. ആ ഉമർ ബിൻ ഖത്താബായിരുന്നു ലോകം കണ്ട ഏറ്റവും വലിയ ഇസ്ലാമിക ഭരണാധികാരി എന്ന് ലോകം വാഴ്ത്തിയിട്ടുണ്ട്. മുസ്ലിങ്ങളല്ലാത്ത ഇതര മത ആദർശത്തിലുള്ള ആളുകൾ പോലും വാഴ്ത്തിപ്പാടിയ ഉമർ ബിൻ ഖത്താബിനെ പോലെയുള്ള ആളുകൾ ആദ്യം അക്രമങ്ങൾ തന്നെയായിരുന്നു, പിന്നീടാണ് ഇസ്ലാമിലേക്ക് വന്നത്. ഇതുപോലെ അക്രമത്തിൻ്റെ പാതയിലുള്ള യുവാവെ, താങ്കൾ ആദ്യം മുസ്ലിമാവുക, മദ്യപാനം ഉപേക്ഷിക്കുക, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള അതെന്താണെന്ന് യഥാവിധി മനസ്സിലാക്കുക. അള്ളാഹുവിനെ ആരാധന ചെയ്യുവാൻ താങ്കളുടെ നാട്ടിൽ മസ്ജിദുകളുണ്ടല്ലോ, മാല മൗലൂദുകൾ പാടുന്ന, ബിദ്അത്തായ കാര്യങ്ങൾ നിർവഹിക്കുന്ന, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി മാത്രം എന്ന് പ്രസ്താവിക്കപ്പെട്ട, പരിശുദ്ധ ഖുർആൻ പ്രസ്താവിക്കപ്പെട്ട മസ്ജിദുകൾ അത് ലോകത്തെമ്പാടും ഉണ്ടാവട്ടെ. താങ്കളെപ്പോലെയുള്ള അക്രമകാരികൾ സത്യം മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് തിരിച്ചു വരട്ടെ, കയറി വരട്ടെ എന്നാണ് ഇവിടെ പറയുവാനുള്ളത്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഞായറാഴ്ച 5ഓളം പണ്ഡിതന്മാർ ഒരു ക്യാമ്പായിരുന്നു ആ മസ്ജിദ് കേന്ദ്രീകരിച്ച് നടന്നത്. 5ഓളം പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ ഓരോ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ പഠന ക്ലാസ്സുകൾ നടത്തിയിരുന്നു. ഷംസുദ്ദീൻ ഫരീദ്, അതുപോലെ തന്നെ ബഷീർ സലഫി, യൂസുഫ് സലഫി, അതുപോലെ അബ്ദുൾ റഷീദ് ചളവറ പോലെയുള്ള പണ്ഡിതന്മാർ അവിടെ ക്ലാസ് നടത്തുകയും ആ ക്ലാസ്സിലേക്ക് സമസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പോവുകയും അവർ ക്ലാസ് ശ്രദ്ധിക്കുകയും ചെയ്തു എന്ന ആ ഒരു കാരണം കൊണ്ട് അത് അള്ളാഹുവിനെ മാത്രം പ്രസ്താവിക്കുകയും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് അതെന്താണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന ക്ലാസ്സുകൾ അവരുടെ ആളുകൾ കേൾക്കുന്നു എന്ന ഭയത്താൽ ചില ആളുകൾ മദ്യത്തിൻ്റെ ലഹരിയും ഇരുട്ടിൻ്റെ മറയും പിടിച്ചുകൊണ്ട് ഭീരുക്കളെ പോലെ ആക്രമിക്കാൻ ശ്രമിച്ചത് മസ്ജിദാണ്, അള്ളാഹുവിൻ്റെ മസ്ജിദായിരുന്നു, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിരുന്ന അള്ളാഹുവിൻ്റെ അടിയാമാരായ തൗഹീദി വാഹകരെയായിരുന്നു. ഇതൊന്നും അള്ളാഹു സുബ്ഹാനഹു തആല പൊറുക്കാത്ത കാര്യമാണ്. തൗബ ചെയ്ത് മടങ്ങുക. അള്ളാഹുവിൻ്റെ നാമം മാത്രം പ്രസ്താവിക്കപ്പെട്ടാൽ ഹാലിളകുന്ന ഇബ്ലീസിൻ്റെ സന്തതികളെ, നിങ്ങൾ സത്യം തിരിച്ചറിയുക, സത്യത്തിലേക്ക് വരിക, പരിശുദ്ധ ഖുർആനിലേക്കും സ്വഹീഹായ ഹദീസിലേക്കും വരിക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഈ മസ്ജിദ് സംബന്ധിച്ചുകൊണ്ട് ഒരു വീഡിയോ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് പകൽ വെളിച്ചത്തിൽ. ഇത് ഇന്നലെ അവിടെ എത്തിയത് ഇരുട്ടായ സമയത്തായിരുന്നു, എങ്കിലും ചെറിയൊരു വീഡിയോ എടുത്ത് പോരുകയാണ് ചെയ്തത്. അവർ മസ്ജിദിൻ്റെ പണി തുടങ്ങുന്ന സമയത്ത് അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പാവപ്പെട്ട വളരെ കുറച്ച് ആളുകൾ മാത്രം താമസിക്കുന്ന തമിഴ്നാടിനോട് ചേർന്ന് അവിടുന്ന് 6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഗോപാലപുരം എന്ന് പറയുന്ന കേരള തമിഴ്നാട് ബോർഡറിലേക്ക്. അവിടുത്തെ അവസ്ഥ നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. അവരവിടെ ഒരു മസ്ജിദ് പടുത്തുയർത്തണം എന്ന സ്വപ്നവുമായിട്ടാണ് ഇന്നവിടെ ഉള്ളത്. ആ സഹോദരന്മാരുമായിട്ട് സംസാരിച്ചു. ഇൻഷാ അല്ലാഹ് അവർ മസ്ജിദിൻ്റെ പണി തുടങ്ങുമ്പോൾ അവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഈ ഉള്ളവൻ ആ മസ്ജിദ് സംബന്ധമായിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആ സാധുക്കളെ നിങ്ങൾ സഹായിക്കണേ, അവരുടെ ബാങ്ക് ഡീറ്റെയിലോ അല്ലെങ്കിൽ അവരുടെ മറ്റു കാര്യങ്ങൾ നൽകുമ്പോൾ അവർക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അള്ളാഹുവിൻ്റെ ഒരു ഭവനം അത് അവരുടെ സ്വപ്നമാണ്, അത് നമ്മൾ പൂവണിയിച്ച് കൊടുക്കണം, അത് നമ്മൾ സഹായം ചെയ്യണം. ഇൻഷാ അല്ലാഹ് പെട്ടെന്നൊന്നും ഉണ്ടാവില്ല എന്നറിഞ്ഞു. അവർക്ക് പെർമിഷൻ കിട്ടേണ്ടതുണ്ട്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കേണ്ടതുണ്ട്.
ഇൻഷാ അല്ലാ അവരുടെ ആ പൊളിഞ്ഞു വീണ ആ ഷെഡ്, മേൽക്കൂരയൊന്നും ഇല്ലാതെ മേൽക്കൂരയിൽ ഓല വെച്ച് കെട്ടി അവർ നിർവഹിക്കുന്ന ഇബാദത്തുകൾ അത് അള്ളാഹു കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. അവരെ ആക്രമിക്കുന്ന അക്രമികളെയും അള്ളാഹു കാണുന്നുണ്ട്. അള്ളാഹു അവർക്ക് പൊറത്തു കൊടുക്കട്ടെ, സത്യം മനസ്സിലാക്കി അവർ തിരിച്ചു വരട്ടെ. അള്ളാഹു ഹിദായത്തിൻ്റെ വെള്ളി വെളിച്ചം അവരിലേക്കും എത്തിച്ചു കൊടുക്കട്ടെ. ഇപ്പോൾ ആക്രമിച്ചവർക്കും ഇനി ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും അള്ളാഹു ഹിദായത്ത് നൽകട്ടെ എന്നാണ് അറിയിക്കുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ അതിൻ്റെ പിന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.